രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രണ്ടാം ബലാത്സംഗ കേസ്. കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ എത്തി ഒപ്പിടണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, തടഞ്ഞുവെക്കുക, അതിക്രമിച്ച് കയറുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് വോട്ട് ചെയ്യാനെത്തുമെന്ന സൂചന. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിന് വോട്ട്. നടിയെ ആക്രമിച്ച കേസ് 6 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ശശി തരൂരിന് വീര സവർക്കർ പുരസ്കാരം. കോൺഗ്രസ് കടുത്ത നിലപാടെടുത്തതോടെ പുരസ്കാരം സ്വീകരിക്കില്ലെന്ന് ശശി തരൂർ. ദിലീപിനെ പിന്തുണച്ചുള്ള അടൂർ പ്രകാശിന്റെ പരാമർശം അദ്ദേഹത്തിന്റെ ഒരു സ്ലിപ്പ് മാത്രമാണെന്നും പിന്നീട് തിരുത്തിയെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യണമെന്ന് വി.ഡി. സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള രേഖകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറപ്പിച്ച് ED. രഹസ്യ സ്വഭാവത്തിലുള്ള അന്വേഷണമാണെന്നും രേഖകൾ നൽകാൻ കഴിയില്ലെന്നും SIT. വടക്കൻ കേരളത്തിൽ നാളെ വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ്. വർക്കലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ക്ലിഫിൽ വൻ തീപിടുത്തം. റിസോർട്ട് പൂർണ്ണമായും കത്തിനശിച്ചു. Sridhar Jewellers Gold and Diamonds presenting an extraordinary collections of gold and diamonds. 75 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം. Sridhar Jewellers since 1950 east of Central Junction, KP Road, Adur.